ഹലോ നമസ്കാരം കൂട്ടുകാരെ. പലരും എനിക്ക് മെസ്സേജ് അയച്ച് ഞങ്ങൾ കേരളത്തിലെ വർക്ക് ചെയ്യത്തുള്ളൂ, ഞങ്ങൾ കേരളത്തിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരണം, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ തരണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കി ഇടണമെന്ന് പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് ചെയ്ത്. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഇപ്പം നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ മൂന്ന് വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്ക് പോസ്റ്റ് മൂന്നാണ്. ഒന്ന് പ്ലംബർ വരും, ഒന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വരും, വേറൊന്ന് ടെക്നിക്കൽ പേഴ്സൺ ഫോർ ഇ സേവാ കേന്ദ്ര. ഇങ്ങനെ മൂന്നാണ്. അപ്പൊ ഈ ടെക്നിക്കൽ പേഴ്സൺ ഫോർ ഇ സേവാ കേന്ദ്രത്തിന്റെ ആ ഒരു വേക്കൻസി 159 വേക്കൻസി ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും അതിന്റെ 10ൽ കൂടുതൽ വേക്കൻസികൾ നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. പ്ലംബറിന്റെ ഒരു വേക്കൻസിയേ ഉള്ളു, അത് ITI പാസ്സായവരായിരിക്കണം. പിന്നെ അതുകൂടാതെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, അപ്പം അതിൻ്റെ ഉണ്ട് 11 വേക്കൻസി അതിൻ്റെ ഉണ്ട്. അതിലൊന്ന് മുസ്ലിമിന് പോവും, അത് സംവരണമാണ്. ബാക്കി 10 വേക്കൻസി ഉണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ അപേക്ഷിക്കണം. അപ്പൊ ഇത് ഞങ്ങൾ കേരളത്തിലെ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മലയാളത്തിലുള്ള വീഡിയോയിലൂടെ മലയാളത്തിന്റെ വേക്കൻസി വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വേക്കൻസി ഇടുന്നത്. ഇത് അടുത്ത മാസം 6-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ അറ്റാച്ച് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ കണക്ക് നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം. അതിന്റെ എല്ലാം നിങ്ങൾ ഒരുക്കിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ CV ശരിയാക്കണം. പിന്നെ ഇതിനകത്ത് പറയുന്ന ഈ നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം ക്വാളിഫിക്കേഷന്റെ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം, ഡോക്യുമെന്റ്സ് വേണം, ഏതെല്ലാം ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല കണക്ക് പഠിച്ചിട്ട് ജനുവരി 6-ാം തീയതി വരെ സമയമുണ്ട്. നല്ല കണക്ക് പഠിച്ചിട്ട് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. പ്ലംബറിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ബാക്കി 2 ഓൺലൈനിലാണ്. അപ്പൊ ആ ഓൺലൈനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നുള്ള ആ കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ മൊത്തം കാണുക. ഈ 3 വേക്കൻസിയുടെയും, അതായത് ടെക്നിക്കൽ പേഴ്സൺ ഫോർ ഇ സേവാ കേന്ദ്രം എന്ന് പറയുന്ന അത് 159 വേക്കൻസി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അവിടെ തന്നെ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വേക്കൻസി ആരും മിസ്സാക്കല്ലേ. ഹൈക്കോർട്ട് ഓഫ് കേരളയുടെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഇത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2വിന്റെ വേക്കൻസിയാണ്. നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 27,900 തൊട്ട് 63,700 വരെയുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി ആൻഡ് വാലിഡിറ്റി ഓഫ് റാങ്ക്ഡ് ലിസ്റ്റ്. ഇനി ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ ഹൈക്കോർട്ട് ഓഫ് കേരള എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫോൺ നമ്പർ, ഫാക്സ് നമ്പർ, കൊച്ചി ഡേറ്റ്, എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ്സ്, ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ വരെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന്, ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം ക്വാളിഫൈഡ് ഇന്ത്യൻ സിറ്റിസൺ ഫോർ അപ്പോയിന്റ്മെന്റ് ടു ദ ഫോളോയിങ് പോസ്റ്റ് ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള. കാൻഡിഡേറ്റ്സ് ഷാൾ അപ്ലൈ ഓൺലൈൻ ത്രൂ ദ റിക്രൂട്ട്മെന്റ് പോർട്ടൽ. ആ പോർട്ടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോ അതർ മീൻസ് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ വിൽ ബി അക്സെപ്റ്റഡ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോഴത്തേക്ക് ഓൺലൈനിലൂടെയുള്ള ആപ്ലിക്കേഷനെ സ്വീകരിക്കത്തുള്ളൂ, അല്ലാതെ വേറൊരു മോഡിലും നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചാൽ ഡയറക്റ്റ് കൊടുക്കുകയോ പോസ്റ്റ് ആക്കി ചെയ്ത് സ്വീകരിക്കുന്നതല്ല. അത് വെറുതെ നിങ്ങളുടെ സമയം പാഴായി പോകുന്നേ ഉള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ മൊത്തം കാണുക. എങ്ങനെ അപേക്ഷിക്കുന്നത്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിന് ഓരോ പോസ്റ്റിനും പ്രത്യേകം ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്നതിന് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2വിന് ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, പ്ലംബറിന് ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത് ടെക്നിക്കൽ പേഴ്സൺ ഫോർ ഇ സേവാ കേന്ദ്രത്തിന് ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം ഡോക്യുമെന്റ്സ് ഈ വേക്കൻസികൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനിൽ എങ്ങനെ ആപ്ലിക്കേഷൻ നിങ്ങൾ
ഇത് ഓൺലൈനിലൂടെ അയക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലിയർ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മിസ്സാക്കാതെ, അതായത് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. അതുകൂടാതെ ഇത് കണക്കുള്ള പുതിയ പുതിയ വേക്കൻസിയുമായിട്ട് കേരളത്തിലെ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയുമായിട്ട്, അതുകൂടാതെ മലയാളികളുടെ വേക്കൻസി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസിയെക്കാട്ടി കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നത് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും മറ്റ് നോർത്ത് ഇന്ത്യൻസിന്റെ, നമ്മൾ കേരളം കഴിഞ്ഞ് സൗത്ത് ഇന്ത്യ കഴിഞ്ഞുള്ള സ്ഥലങ്ങളിലെ വേക്കൻസികളാണ്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞിരിക്കുന്നവരല്ലാതെ ചിലരുണ്ട്, എവിടെങ്കിലും ജോലി കിട്ടിയാൽ പോകാമെന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള അത് ഇടുന്നത്, വേക്കൻസി ഇടുന്നത്. കാര്യം നോർത്ത് ഇന്ത്യ സൈഡിൽ, നമ്മുടെ സൗത്ത് ഇന്ത്യ കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം കഴിഞ്ഞാൽ തമിഴ്നാട് തൊട്ട് ഇങ്ങോട്ട് ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തുകാർക്ക്, കേരളത്തിൽ മാത്രമല്ല, ഞാൻ എവിടെങ്കിലും പോയി എനിക്ക് ജോലി മതിയെന്നുള്ള ഒരു തീരുമാനത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഞാൻ വീഡിയോകൾ ഇടുന്നുണ്ട്, പല വേക്കൻസികൾ ഇടുന്നുണ്ട്. അടുത്തതായിട്ട് ഏറ്റവും നല്ലൊരു വേക്കൻസിയാണ്, നാളെ തന്നെ ഞാൻ ഇത് വീഡിയോ ഇടും, അമൂൽ ഡയറി, അമൂൽ മിൽക്കിന്റെ നിങ്ങൾക്ക് വേക്കൻസി, അവിടെ ശരിക്കും വേക്കൻസി ഉണ്ട്. അതും ഇത് കണക്ക് ഓൺലൈനിലൂടെ നിങ്ങൾ പോയി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് HR ഇമെയിൽ അയച്ചാൽ മതി. അവരവിടെ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ വിളിക്കും, ഓൺലൈൻ ഇന്റർവ്യൂ നടക്കും. അപ്പം ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ഈ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. Name of the post, computer assistant grade 2, scale of a 27,900 to 63,700. ഇനി ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ റിക്രൂട്ട്മെന്റ് നമ്പർ ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് കോളത്തിൽ. അതുകൂടാതെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒരെണ്ണം 11 വേക്കൻസി ഉണ്ട്, അതിൽ ഒരെണ്ണം മുസ്ലിമിന് വേണ്ടിയിട്ട് പോകും. ഇത് എങ്ങനെ? മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം കാൻഡിഡേറ്റ് ബിലോങ് ടു ദ കമ്മ്യൂണിറ്റി മെൻഷൻഡ് ഹിയർ ഇൻ ദ റെഗുലർ വേക്കൻസി കണക്ക് തന്നെ ഡയറക്റ്റ് കണക്ക് തന്നെ അത് വായിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അയക്കുന്ന വേക്കൻസിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ തരാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലായി. നോട്ട് എഴുതിയിരിക്കുന്ന റാങ്ക്ഡ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് റിക്രൂട്ട്മെന്റ് നമ്പർ ഇൻ source of this notification. The ranked list so prepared for NCA vacancy. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഇതിന്റെ വേക്കൻസി നോക്കുന്നത്, ഇതിന്റെ വേക്കൻസി നോക്കുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡിന്റെയാണ് നമ്മൾ വേക്കൻസി നോക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നാ പറയുന്നത് നോക്കിയാൽ, ഏജ് ലിമിറ്റ്, നമുക്ക് ഏജ് ലിമിറ്റ് ആദ്യം. ഏജ് ലിമിറ്റ് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1988 ആൻഡ് 1/1/2006. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് ആർ എലിജിബിൾ ടു അപ്ലൈ. ഈ രണ്ട് ഡേറ്റിനും ഇടയിലുള്ളവര് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1988 ആൻഡ് 1/1/2006, ഇതിന് രണ്ടിനും ഇടയിലുള്ളവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം. Candidate belong to scheduled caste, scheduled tribe born between 2/1/1983 and 1/1/2006. Both dates English are eligible. ഇത് SC/STക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. Candidate belong to other backward classes born between 2/1/1985 and 1/1/2006. Both dates English are eligible to apply. ഇനി അടുത്തതായിട്ട് പറയുന്നത്, എ കാൻഡിഡേറ്റ് ഹു ഈസ് ആൻ എക്സ് സർവീസ് മാൻ ഓർ എക്സ് ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് പേഴ്സൺ ഓർ. നിങ്ങൾ കണ്ടിന്യൂ വായിച്ചാൽ മതി. അതൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാകും. ഏജ് റിലാക്സേഷനൊക്കെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, അത് നോക്കണം. നമുക്കിനി ക്വാളിഫിക്കേഷനിലേക്ക് വരാം. നിങ്ങൾ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ +2 ഓർ ഈക്വലന്റ്, അതായത് +2 അതിനോട് അടുപ്പിച്ചുള്ള +2 ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. KGT ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ് നിങ്ങൾക്ക് ഹയറിൽ നിങ്ങൾ അതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഈക്വലന്റ്, അതായത് നിങ്ങൾക്ക് ടൈപ്പ് അറിയണം. പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഈക്വലന്റ്, ഇത്രയും നിങ്ങൾക്ക് +2 ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഇത് നല്ലത് കണക്ക് പഠിക്കണം.
Candidate who claim equivalent qualification instead of qualification mentioned in the notification shall produce the relevant government order. അതായത് ഇത് നിങ്ങൾ ഇതിനകത്ത് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ആ ക്വാളിഫിക്കേഷൻ അല്ലാതെ അതിനോട് ഒത്ത വേറെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിന്റെ പ്രൂഫ് കാണിക്കണമെന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി mode of selection will be on the basis of objective test and typing test. രണ്ടും ഉണ്ടായിരിക്കും. ഒന്ന് ടൈപ്പിങ്ങിന്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. Objective test, the objective test with 75 minute duration to be answered in OMR answer sheet will consist of questions from computer proficiency. അതിന് 50 മാർക്കുണ്ട്. ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 30 മാർക്കുണ്ട്. ആൻഡ് ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. ഇങ്ങനെയാണ് അതിന്റെ ടെസ്റ്റ് നടക്കുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റ് വിൽ ബി കോണ്ടാക്റ്റഡ് ഓൺലി ടു ദിസ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഈ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ പാസ്സാകുന്നവർക്ക് ഇതിനകത്ത് ടൈപ്പിംഗ് ടെസ്റ്റ് കാണത്തുള്ളൂ. ദ ടൈപ്പിംഗ് ടെസ്റ്റ് consists of typing speed test and computer proficiency test. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പം ആ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റും അതിന്റെ സ്പീഡ് ടെസ്റ്റും കൂടെ കാണും. ഇനി കാൻഡിഡേറ്റ് മേ റെഫർ ടു ദ സ്കീം ഫോർ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ് അറ്റൻഡ് ടു ദിസ് നോട്ടിഫിക്കേഷൻ. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ₹500 ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അൺഎംപ്ലോയിഡ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ് വിത്ത് ബെഞ്ച് മാർക്ക്, ഡിസബിലിറ്റി ആർ എക്സംപ്റ്റഡ് ഫ്രം ദി പേയ്മെന്റ്. അങ്ങനെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇതിൽ നിന്ന്, അതുകൂടാതെ SC ST അങ്ങനെയുള്ളവർക്ക് ഇതിൽ നിന്ന് എക്സംപ്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് താഴോട്ട് വരാം. ഇനി റിട്ടേൺ ടെസ്റ്റ് ആൾസോ സർവീസോ ബാക്കി നിങ്ങൾ ഇത് വായിച്ചു നോക്കണം. അപ്പൊ ഇത് ഇത്രയൊക്കെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പോകാം ഇതിന്റെ പ്ലംബറിന്റെ എന്തൊക്കെ ആണ് അവർ ചോദിക്കുന്നതെന്ന് നോക്കാം. പ്ലംബറിന്റെ ഇത് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഇതാണ് വന്നിരിക്കുന്നത്. Application are invited from qualified Indian citizens for appointment to the following post in the High Court of Kerala. Candidate shall apply online through the recruitment portal. Recruitment number, name of the post plumber, scale of pay 25,100, 57,900. Number of vacancies and validity of 2 vacancy ഉണ്ട്. Vacancy that may arise during the period of validity of the ranked list shall be filled up. Method of appointment ഇതിന്റെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് പറയുന്നത്. ഇതിന്റെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആദ്യത്തെ അതിനകത്ത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ SSLC ഓർ ഇക്വിവലന്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് പ്ലംബർ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 years ആസ് പ്ലംബർ. അതായത് നിങ്ങൾ SSLC 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുകൂടാതെ നിങ്ങൾ ഏതെങ്കിലും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ITA സർട്ടിഫിക്കറ്റ് പ്ലംബറിന്റെ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് 2 എണ്ണം മതി ഇതിന്. Shortlisted candidate have to submit the experience certificate in the prescribed format at the time of interview. ഈ എക്സ്പീരിയൻസ് അതായത് SSLC പാസ്സായിരിക്കണം, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അതുകൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ വേണം. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പം ഇത് നിങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റിൽ വന്ന ആ കാൻഡിഡേറ്റ് സബ്മിറ്റ് ദ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂവിന്റെ ടൈമിൽ നിങ്ങൾ ഇത് കാണിക്കണം. നിങ്ങളുടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കണം. ഏജ് ലിമിറ്റ് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1988 ആൻഡ് 1/1/2006 ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് ആർ എലിജിബിൾ ടു അപ്ലൈ. ഈ കാണുന്ന ഡേറ്റിൽ, അതായത് ഈ പറയുന്ന ബിറ്റ്വീൻ വരുന്നത് 2 January 1988 ആൻഡ് 1 January 2006 ഇടയിൽ വരുന്നവർ കാൻഡിഡേറ്റ് ബിറ്റ്വീൻ. അപ്പൊ ഇടയിൽ വരുന്നവർ നിങ്ങൾക്ക് ഇതിനകത്ത് എലിജിബിൾ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. Candidate belong to scheduled caste, scheduled tribe born between 2 January 1983 and 1 January 2006. Both dates inclusive are eligible to apply. അതായത് ജനുവരി 2 1983ക്കും
അത് ജനുവരി 1 തീയതി 2006 ഇടയിൽ ഇത് ജനിച്ചവർ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ അപേക്ഷിക്കാം. കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ദ അതർ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് ബോൺ ഓൺ, അത് നിങ്ങൾ പിന്നെയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വായിക്കാൻ പോയാൽ വീഡിയോ ഒരുപാട് കൂടും. ഇനി ഞാൻ എക്സ് സർവീസ്മാന്റെ കാര്യത്തോട് റിലാക്സേഷൻ മോഡ് ഓഫ് സെലക്ഷൻ വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ടെസ്റ്റ്. ഇതിന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആൻഡ് ഇന്റർവ്യൂ. അതായത് സെലക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റിന്റെ ഇന്റർവ്യൂവിന്റെയും ഒരു മാനദണ്ഡത്തിലായിരിക്കും നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത്. ദ റിട്ടേൺ ടെസ്റ്റ് വിൽ ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും with 75 minute duration to be answered in OMR answer sheet and will have 2 topic. Total 100 mark as follows. Question based on the syllabus of National Trade Certificate in the Trade of Plumber. അപ്പം ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ബാക്കി ഇതിനകത്ത് ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ സിലബസ് ഓഫ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് പ്ലംബറിന്റെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇതിന് 20 മാർക്കാണ്. ഈച്ച് ക്വസ്റ്റ്യൻ വിൽ കാരി 1 മാർക്ക്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കുണ്ട് ഫോർ എവരി ഇൻകറക്റ്റ് ആൻസർ. അതായത് നിങ്ങൾ ഇൻകറക്റ്റ് ആയിട്ട് നിങ്ങൾ ബ്ലാങ്ക് വിട്ട അറിയാൻ മേലാത്ത ബ്ലാങ്ക് വിടുക. നിങ്ങൾ ബ്ലാങ്ക് വിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റായി ഉത്തരം പറഞ്ഞാൽ അതിന് മാർക്ക് 1/4 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. കാൽ മാർക്ക് നിങ്ങളെ കുറയ്ക്കും. ഇത് ഇന്റർവ്യൂ ഈസ് ഫോർ 10 മാർക്ക്. ദ മിനിമം മാർക്ക് ഫോർ ബിലോങ് ഇൻക്ലൂഡ് ദ റാങ്ക്ഡ് ലിസ്റ്റ് വിൽ ബി 35% ഇൻ ദ ഇന്റർവ്യൂ. റാങ്ക് ലിസ്റ്റ് 35% എങ്കിലും നിങ്ങൾ വാങ്ങിക്കണം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് 500 rupees ആണ്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് അങ്ങനെയുള്ളവരൊന്നും ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ് വാങ്ങിക്കത്തില്ല. എക്സാമിനേഷൻ സെന്റർ റിട്ടേൺ ടെസ്റ്റ് വിൽ ബി ഹെൽഡ് അറ്റ് എറണാകുളം. ഇതിന്റെ ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നത് എറണാകുളത്താണിത്. ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് നിങ്ങളപ്പം നോട്ടിഫിക്കേഷൻ ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ്, ഏജ് പറഞ്ഞ്, എങ്ങനെ അപേക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ITI പഠിച്ചവർക്കൊക്കെ ഇത് നല്ലൊരു ചാൻസാ. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ വേറെ എങ്ങും പോകേണ്ട, എറണാകുളത്ത് പോയി ടെസ്റ്റ് എഴുതാം. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്കൽ പേഴ്സൺ ഫോർ ഇ-സേവാ കേന്ദ്രത്തിന്റെയാണ്. ഇത് നല്ല വേക്കൻസിയാണ്. കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലകളിലും ഇതിന്റെ വേക്കൻസി ഉണ്ട്. ടെക്നിക്കൽ പേഴ്സൺ ഫോർ ഇ-സേവാ കേന്ദ്ര, ഇത് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതുമെല്ലാം ഈ ഞാൻ പറയുന്ന ഈ 3 വേക്കൻസിയുടെയും ലാസ്റ്റ് ഡേറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 6 ജനുവരിയാണ്. അത് നിങ്ങൾ ഓർത്തോണം. അപ്പം ഈ നെയിം ഓഫ് ദ പോസ്റ്റ്, കൺസോളിഡേറ്റഡ് പേ ആൻഡ് നമ്പർ, റിക്വയർമെന്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. റിക്വയർമെന്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കർസർ പോകുന്നത് നിങ്ങൾ കാണണം. നെയിം ഓഫ് ദ പോസ്റ്റ് ടെക്നിക്കൽ പേഴ്സൺ ഫോർ ഇ-സേവാ കേന്ദ്ര. ടോട്ടൽ നമ്മുടെ കേരളത്തിന്റെ ഇത് പറയുന്നത് 159 വേക്കൻസി ഉണ്ട്. 159 നമ്പർ ഓഫ് വേക്കൻസി 159. ഇനി റിമ്യൂണറേഷന്റെ ശമ്പളം എന്ന് പറയുന്നത് 15,000 രൂപ പെർ മന്ത് കൺസോളിഡേറ്റഡ്. ഇത് കൂടത്തില്ല കുറയത്തില്ല. അത് 15,000 നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് പേയ്മെന്റ് ആയി ഇത് കിട്ടുന്നത്. ഡിസ്ട്രിക്ട് ഓഫ് വേക്കൻസീസ്. ഇനി നിങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള ഇവിടെ വേക്കൻസി പറയുന്നുണ്ട്. തിരുവനന്തപുരം 11 വേക്കൻസി, കൊല്ലം 19 വേക്കൻസി, പത്തനംതിട്ട 9 വേക്കൻസി, ആലപ്പുഴ 12 വേക്കൻസി, കോട്ടയം 13 വേക്കൻസി, ഇടുക്കി 10 വേക്കൻസി, എറണാകുളം 20 വേക്കൻസി, തൃശ്ശൂർ 11 വേക്കൻസി, പാലക്കാട് 12, മലപ്പുറം 12, കോഴിക്കോട് 11 വേക്കൻസി, വയനാട് 5 വേക്കൻസി, കണ്ണൂർ 10 വേക്കൻസി, കാസർഗോഡ് 4 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 159 വേക്കൻസി ഉണ്ട്. ഇത് കണക്കൊരു നല്ല ചാൻസ് നമുക്ക് കിട്ടാനില്ല. അപ്പൊ ആരും മിസ്സാക്കല്ലേ. ഏതാണ്ട് ഒരു ക്വാളിഫിക്കേഷനോട് അടുത്ത് വരുന്ന ഇതിനും 12 ചോദിക്കുന്നത്. 12 ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് പറയുന്നത് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് മിനിമം ക്വാളിഫിക്കേഷൻ 3 year ഡിപ്ലോമ ഇൻ എനി സബ്ജക്ട്. അതായത് നിങ്ങൾ 3 year ഡിപ്ലോമ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനി സബ്ജക്ട്, ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിപ്ലോമ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് റെഗുലേറ്റ്സ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ഇതല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എനി സബ്ജക്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് ഡിഗ്രി BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, അങ്ങനെയുള്ള എങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഗവൺമെന്റ് ഇത് ഡിഗ്രി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സബ്ജക്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റും.
ഇതിൽ കൂടുതലൊന്നും നമുക്കൊരു ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. അപ്പം വളരെ ശ്രദ്ധയോടെ കാണുക, ചെയ്യുക. ഇനി എക്സ്പീരിയൻസ് എസെൻഷ്യൽ മിനിമം 1 year എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് IT ഹെൽപ്പ് ഡെസ്ക് ഓർ IT കാൾ സെന്റർ. അതായത് നിങ്ങൾ ഒരു വർഷത്തെ എവിടെങ്കിലും IT ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് കണക്ക് ഇത് കാൾ സെന്ററിൽ IT കാൾ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് അത് സഫീഷ്യന്റ് ആണ്. ഇനി ഓർ കോർട്ടിന്റെ ഈ സേവാ കേന്ദ്രത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? കേരള ഗവൺമെന്റ് അപ്രൂവ്ഡ് അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് CSC കേന്ദ്ര, അങ്ങനെ ഒരുപാട് ഇത് കാണിക്കുന്നുണ്ട്. ഇവിടൊക്കെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. അപ്പോയിന്റ്മെന്റ് വിൽ ബി ഓൺ കോൺട്രാക്ട്, ഇതൊരു കോൺട്രാക്ട് ബേസിസ് ആയിരിക്കും. The court will be initially till the expiry of the financial year in which the appointment is made. Nature of work are data entry work ആയിരുന്നു. ഹാൻഡിലിംഗ് ഫയലിംഗ് ആൻഡ് ICT equipments. Age limit, candidates should be born on or before 2nd January 1983. അതായത് ഇത് ഓൺ ഓർ ബിഫോർ, അതായത് ഇതിനു മുന്നേ ജനിച്ചവരായിരിക്കണം. ഈ ഒരു പറയുന്ന ഡേറ്റിന് മുന്നേ 2nd January 1983 മുന്നേ ജനിച്ചവരായിരിക്കണം. മോഡ് ഓഫ് സെലക്ഷൻ ടു ദ പോസ്റ്റ് ഷാൾ ബി ബേസ്ഡ് ഓൺ ദ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ദ സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ബി പോസ്റ്റഡ് ഇൻ എനി ഓഫ് ദ സേവാ കേന്ദ്രാസ് ഇൻ ദ ഡിസ്ട്രിക്ട് വിച്ച് ദ കാൻഡിഡേറ്റ് അപ്ലൈഡ് ഫോർ. ഷീ വിൽ ബി പോസ്റ്റഡ് ടു എനി സേവാ കേന്ദ്ര ഇൻ ദ ഡിസ്ട്രിക്ട് കാൻഡിഡേറ്റ് മേ ബി റിക്വയർഡ് ടു അറ്റൻഡ്. അതായത് സേവാ കേന്ദ്രത്തിലായിരിക്കും നിങ്ങൾ, കേരളത്തിൽ എവിടെങ്കിലുമുള്ള സേവാ കേന്ദ്രത്തിലായിരിക്കും നിങ്ങൾക്ക് ഇത് വരുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ഇത് നിങ്ങൾ ഓൺലൈനിൽ പോയിട്ട് അപേക്ഷിക്കണം. Candidate must complete one-time registration using the one-time registration login link in the website. Website ഇവിടെ കൊടുത്തിട്ടുണ്ട്. In before applying for the post, the step for one-time registration are giving a how to apply link in the website. നിങ്ങൾ one-time registration ഇവർ തരുന്ന ഈ വെബ്സൈറ്റിൽ പോയി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെയാ ചെയ്യുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എങ്ങനെ കിട്ടും? ഏത് ലിങ്കിലൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുമെന്നുള്ള അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അത് ക്ലിയർ ആകുന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കുകയാണ്. നിങ്ങളത് വീഡിയോയിലൂടെ നോക്കി, വീഡിയോ കാണുമ്പോൾ അത് നോക്കി എഴുതിയെടുത്ത് ഗൂഗിൾ ക്രോമിൽ പോയി അത് ഇത് ഫീഡ് ചെയ്താൽ മതി. ഗൂഗിൾ ക്രോമിൽ എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക്, അവരുടെ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം, ഹെൽപ്പ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീഡിയോ ഇട്ടാൽ ഞാൻ ആരൊക്കെ അതിനകത്ത് മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയിരിക്കും. എല്ലാ മെസ്സേജുകൾക്ക് ഞാൻ ഒരെണ്ണം പോലും വിട്ടുകളയാതെ, ഏതെങ്കിലും എൻ്റെ കാണാതെ വന്നെങ്കിലേ ഉള്ളൂ, എല്ലാ മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോയിൽ നോക്കി നിങ്ങൾ ആ ലിങ്ക് എഴുതിയെടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ.